ഫ്രണ്ട്സ്, ഇന്ന് വിഗൻ വാലിയിൽ എൻ്റെ ലാസ്റ്റ് ഡേ ആണ്. ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു സൗണ്ടാണ് എനിക്ക്. ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഇവിടെ ആകെ കുറച്ച് മെയിൽ സ്റ്റാഫ് ഉള്ളൂ. ചിലപ്പോൾ പക്ഷെ എനിക്ക് കണക്റ്റ് ആവാൻ പെട്ടെന്ന് പറ്റിയിട്ടുണ്ട്. ഇത്ര കുറവ് ആൾക്കാരെ കാരണം കൊണ്ടാവാം. ഞാനപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് എല്ലാവരും ഓരോ ഓർമ്മകളാണ്. ഞാൻ ഒരിക്കലും നിങ്ങളെ മറക്കില്ല. ഞാൻ പോയാലും ഞാൻ ഇങ്ങോട്ട് റിട്ടേൺ വരും. ഞാൻ വരുന്ന വഴിക്ക് ഞാൻ കയറും. ഞാൻ ഒത്തിരി കാര്യം കൂടി എടുത്ത് പറയാനുണ്ട്. ഞാനിപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് എനിക്ക് ഭക്ഷണം എനിക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാണ്ട് എനിക്ക് ഇന്നലെ മുട്ട റോസ്റ്റ് ഒരു പാത്രം നിറച്ചു ഐഡാജി എനിക്ക് മോരിയാച്ചി ഇത് ഇവിടെ കായും പയറും ഉപ്പേരി സിദ്ധാർത്ഥ ബാച്ചി തന്നിട്ടില്ല കേട്ടോ. ഒരു പാത്രം നിറച്ച് പാസ്ത എനിക്ക് കൊണ്ടുവന്നിട്ട് നർസനാമസ് വന്നേക്കണം. റീച്ചേച്ചി എനിക്ക് ഇഷ്ടമുള്ള ഒരു അപ്പം ഉണ്ടാക്കി തന്നപ്പോൾ ഞാൻ പറയണേ എനിക്കിതൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ട് എല്ലാവരുടെ ഉള്ളിലും എനിക്ക് ആലോചിക്കാൻ തന്നെ ഭയങ്കര സന്തോഷം. കാരണം ഇത്ര സന്തോഷത്തോടു കൂടി ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയതിലും എനിക്ക് ഭയങ്കര സന്തോഷം. ഇത്രയൊക്കെ പറയാൻ ഇതാരെന്ന് പറയണ മേഘ പറഞ്ഞു മേഘന്റെ ഫാമിലിയുമായിട്ട് എന്തോ ഒരു ബോണ്ടിങ്. മേഘന്റെ അച്ഛൻ, അമ്മ, അച്ഛമ്മ, തത്തമ്മ എല്ലാരോടും അതും മേഘ പ്രത്യേക അന്വേഷണം ഉറപ്പായിട്ടും എല്ലാരോടും ഞാൻ ഉറപ്പായിട്ടും പറയും. അപ്പോൾ എനിക്ക് ദിസ് ഇസ് വൺ ഓഫ് ദ പ്ലേസ് ഞാൻ എന്തായി എന്ന് ചോദിച്ചാൽ എന്നെ ആക്കിയ സ്ഥലം ഇതാ. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൈവറ്റ് സാരി പറയണേക്കാം അങ്ങനെ 2 വാക്കിൽ നിൽക്കാൻ പറ്റുന്ന ഒരു ഇതല്ല ബന്ധം. ഐഡാജിയുടെ അടുത്ത് ആദ്യം ചോദിക്കാം. ഐഡാജി, എന്നെ പറ്റി എന്താ പറയാനുള്ളത്? ഞാൻ പോവാണല്ലോ. എന്താ പറയാ? കണ്ണിന് ഉണ്ണിയാണ്. വൈബ്രന്റ്, എനർജറ്റിക്, ബ്യൂട്ടിഫുൾ. നന്നായി കളിക്കുക, വെറുപ്പിക്കൽ തുടരുക. എൻ്റെ ബെസ്റ്റിയാണ്. ഞാൻ എവിടെയെങ്കിലും പോവാന്ന് പറഞ്ഞു വാ മേഘ പോവാന്ന് പറഞ്ഞ് വിളിച്ചാൽ ഏത് കുഴിയിലേക്ക് ഒരു വീഴാനായിട്ട് റെഡി ആയിരിക്കണം. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ലാസ്റ്റ് ഡേ ആണ് വിഗൻ വാലിയിൽ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങണേക്കാട്ടിലും മുന്നേ ഒരു ചെറിയ വീഡിയോ ചെയ്യണമെന്ന് കുറേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം.